Okay, good morning once more. So we were discussing about privatization. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നോ പ്രോബ്ലം. കാണുന്നുണ്ടോ? പ്രസൻറ്റേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? പ്രസൻറ്റേഷൻ കാണാമോ? ഓക്കെ താങ്ക് യു. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ഓണർഷിപ്പും മാനേജ്മെൻറ്റും പ്രൈവറ്റ് സെക്ടറിന് വിട്ടുകൊടുക്കുന്നതിനാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യ പ്രൈവറ്റൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ ഒരു ചെറിയ രീതിയിലാണെങ്കിലും കൊണ്ടുവന്നത് 1991 ഇൻഡസ്ട്രിയൽ പോളിസി പ്രകാരമാണ്. എന്നിട്ട് നമ്മൾ രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ട് സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, സോ ദീസ് ആർ ദി ടു ടൈപ്സ് ഓഫ് പ്രൈവറ്റൈസേഷൻ tools that were introduced by the government in 1991. അപ്പോൾ നമ്മൾ എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിന് ഗവൺമെൻറ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിൻ്റെ കുറച്ച് ഷെയർ പൊതുജനങ്ങൾ കൊടുക്കുക. അത് നമ്മളൊരു 51% ഷെയർ ഗവൺമെൻറ് കീപ്പ് ചെയ്യും, ബാക്കി വിറ്റടിക്കും. അതിന് പറയുന്ന പേരാണ് ശരിക്കും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് കൺസിഡറബിൾ ഷെയർ, മോർ ദാൻ 50% ഷെയർ വേറെ ഏതെങ്കിലും എൻ്റർപ്രൈസസിന് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നതിനാണ് സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. ഓക്കെ, ഇനി നമ്മൾ ഈ സ്ട്രാറ്റജിക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും പഠിക്കുന്നതിന് ഒപ്പം തന്നെ 1991 ഇൻഡസ്ട്രിയൽ പോളിസിയിൽ എന്തെല്ലാം മെഷേഴ്സാണ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഏത് പബ്ലിക് സെക്ടറിന് വേണ്ടിയിട്ട്. ഒന്നാമത്തെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. ദി പബ്ലിക് സെക്ടർ വിൽ ഫോക്കസ് ഓൺ സ്ട്രാറ്റജിക് ഹൈടെക് ആൻഡ് എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഏരിയാസ്. അപ്പം ഗവൺമെൻറ് പബ്ലിക് സെക്ടർ എവിടെയൊക്കെ ഫോക്കസ് ചെയ്യും? ഇൻ സ്ട്രാറ്റജിക് സെക്ടേഴ്സ്. ഓക്കെ, സ്ട്രാറ്റജിക് സെക്ടർ, ഹൈടെക് സെക്ടർ, അല്ലെങ്കിൽ നമ്മൾ പറയാം ഇൻഫ്രാസ്ട്രക്ചർ, എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. ഈ ഏരിയയിൽ പബ്ലിക് സെക്ടർ ഫോക്കസ് ചെയ്യണം. ദെൻ POCs ആർ ക്രോണിക്കലി സിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ലോസ് ഉണ്ടാക്കുന്ന കമ്പനികൾ, അതാണ് നമ്മൾ സിക്ക് എന്ന് പറയുന്നത്. ആർ ടു ബി കൺസിഡർഡ് ഫോർ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് ഒന്നുകൂടെ പുനർസൃഷ്ടിക്കും. ഭയങ്കര ക്രോണിക്കലി സിക്ക് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിനെ ഒന്നുകൂടെ പുനർസൃഷ്ടിക്കും. അപ്പോൾ രണ്ട് പോളിസി പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിനെ കുറിച്ച് 1991 പോളിസി കൊണ്ട് നമ്മൾ കണ്ടു. ഒന്ന്, ഗവൺമെൻറ് എന്ത് ചെയ്യും? ദി പബ്ലിക് സെക്ടർ വിൽ ഫോക്കസ് ഓൺ സ്ട്രാറ്റജിക് ഹൈടെക് ആൻഡ് എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഏരിയസ്. അതായത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൻ്റെ ഫോക്കസ് എവിടെയായിരിക്കണം, അല്ലെങ്കിൽ ഏരിയ എവിടെയായിരിക്കണം എന്ന് ഡിഫൈൻ ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടറിൻ്റെ റോള് നാരോ ആക്കുക. ഈ 1991 ഇൻഡസ്ട്രിയൽ പോളിസിയിൽ എവിടെയൊക്കെ സ്ട്രാറ്റജിക് ഹൈടെക് ആൻഡ് എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ അതല്ലാതെ ക്രോണിക്കലി സിക്ക്, നമ്മൾ പറഞ്ഞാൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിന് ഭയങ്കര നഷ്ടങ്ങളുണ്ട്. നഷ്ടമൊക്കെ ബഡ്ജറ്റിൽ നിന്ന് നികത്തുക. ബഡ്ജറ്റിലെ പൈസ ജനങ്ങളുടെ പൈസ, അപ്പോൾ ജനങ്ങളുടെ പൈസ പബ്ലിക് സെക്ടറിലേക്ക് പോവുക. അങ്ങനെ പോകാനുള്ള കാരണം എന്താ? പബ്ലിക് സെക്ടർ ഇൻഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ ലോസ് മേക്കിംഗ്. അപ്പോൾ അങ്ങനെയുള്ള ക്രോണിക്കലി സിക്ക്, ഒരിക്കലും രക്ഷയില്ലാത്ത നഷ്ടമുള്ള പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിനെ റീകൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പുനഃസൃഷ്ടിക്കും. അപ്പോൾ ഈ രണ്ട് പാക്കേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു 1991 ഇൻഡസ്ട്രിയൽ പോളിസിയെ സംബന്ധിച്ചോളം പബ്ലിക് സെക്ടറിന് വേണ്ടിയിട്ടുള്ളത്. ഇനി ടു എൻകറേജ് റിസോഴ്സ് മൊബിലൈസേഷൻ, ടു എൻകറേജ് റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പൈസ കൂടുതൽ ധനം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഇൻ POCs. കാരണം പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിന് ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതിനെ റീകൺസ്ട്രക്ട് ചെയ്യണം. അതുകൊണ്ട് റിസോഴ്സസ് കുറവാണ്. റിസോഴ്സിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റബിൾ റിസോഴ്സ് അല്ലെങ്കിൽ ഫണ്ടെന്നാണ് കേട്ടോ. ഇനി അങ്ങനെ റിസോഴ്സ് കുറവായതുകൊണ്ട് അവയെ പുനഃസൃഷ്ടിക്കാൻ വേണ്ടി അവർക്ക് കൂടുതൽ പൈസ കൊടുക്കാൻ വേണ്ടി എ പാർട്ട് ഓഫ് ദി ഷെയർ ഹോൾഡിംഗ് ഓഫ് POCs വിൽ ബി ഗിവൺ ടു മ്യൂച്വൽ ഫണ്ട്സ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ജനറൽ പബ്ലിക് ടു ദി വർക്കേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗവൺമെൻറ് പോളിസി. അതായത് ഗവൺമെൻറ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിൻ്റെ എൻ്റർപ്രൈസിന് പൈസ കിട്ടാൻ വേണ്ടി, ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ വേണ്ടി കമ്പനികളിലെ പൊതുമേഖല കമ്പനികളിലെ കുറച്ച് ഷെയർ, എ പാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പാർട്ട് വിൽ ബി സോൾഡ് ടു മ്യൂച്വൽ ഫണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ജനറൽ പബ്ലിക്. ഇവരൊക്കെയാണ് സാധാരണ ഒരു കമ്പനി ഷെയർ വിറ്റഴിച്ച് ഞാൻ മേടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? പൊതുമേഖല കമ്പനികൾ അവരുടെ ഷെയർ വിറ്റഴിക്കും. എന്ത് കിട്ടും? പൈസ കിട്ടും. ആ പൈസ എടുത്ത് എന്ത് ചെയ്യും? പൊതുമേഖല കമ്പനികൾക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അപ്പോൾ അതാണ് ഈ റിസോഴ്സ് മൊബിലൈസേഷന് വേണ്ടി ഗവൺമെൻറ് പൊതുമേഖല കമ്പനിയിലെ ഷെയർ ഡിസ്ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ന്യായീകരണമായിട്ട് പറയുന്നതാണ്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ 5% ഇപ്പോൾ LICയുടെ നടക്കുന്നു, അല്ലെങ്കിൽ വേറൊരു കമ്പനിയുടെ 10% നടക്കുന്നു. 51% ഗവൺമെൻറ് റിട്ടേൺ ചെയ്തിട്ട് ബാക്കി പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കും. പൊതുജനങ്ങൾ ഒരു പൈസ ഗവൺമെൻറ്റിന് കൊടുക്കും. ആ പൈസ എടുത്ത് ഗവൺമെൻറ് എന്ത് ചെയ്യും? പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിന് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ റിസോഴ്സ് മൊബിലൈസേഷൻ കൊടുക്കും. ഇപ്പോൾ ഇത് മൂന്നാമത്തെ
എന്താണ് ടൈപ്പ് ഓഫ് റീഫോർമേഷനാണ് 1991 ഇൻഡസ്ട്രി പോളിസി സജസ്റ്റ് ചെയ്തത്. ഇനി അടുത്തതായിട്ട് നാലാമത്തെ നോക്കുക. അപ്പോൾ നാലാമത്തെ ബോർഡ് ഓഫ് PSUs വിൽ ബി മെയ്ഡ് മോർ പ്രൊഫഷണൽ ആൻഡ് ഗിവൺ മോർ പവേഴ്സ്. അപ്പം കൂടുതൽ പവർ കൊടുക്കും, അതുപോലെ കൂടുതൽ നല്ലപോലെ പ്രൊഫഷണൽ ആക്കി തീർക്കും പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിൻ്റെ. എന്തോ മക്കളെ കാണുന്നില്ലേ? കാണുന്നില്ലേ? ഞാനേ അത് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഭയങ്കരമായിട്ട് വെട്ടുന്നുണ്ട്. ഞാനൊന്ന് വെട്ടുന്നതല്ലേ, ഭയങ്കരമായിട്ട് വെട്ടുന്നില്ലേ? ഇല്ലേ? അത് ഞാൻ 2-3 പ്രാവശ്യം ഓണാക്കി ഓഫാക്കി ഒന്നുകൂടെ ഞാൻ ചെയ്യാം. നിങ്ങളൊന്നും ഒരല്പ ക്ഷമ കാണിക്കേണ്ടി വരും. ഇത് ഓണാക്കാം, നമുക്ക് ശ്രമിച്ച് നോക്കാം. നിങ്ങൾ അല്പ ക്ഷമ കാണിക്കണം, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ കേട്ടോ, പോയേക്കരുതേ. Okay, so we were discussing about the fourth point. The board of PSUs will be made more professional and given more powers. Public sector enterprise-ൻ്റെ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പിന്നെയും പ്രസൻറ്റേഷൻ പോയില്ലേ? കാണുന്നുണ്ടോ നിങ്ങൾ പ്രസൻറ്റേഷൻ? കാണുന്നുണ്ടോ? മൊത്തം പോയാ? ഒന്നുകൂടെ ഞാൻ എടുക്കാവേ. ഇവിടുന്ന് പ്രസൻറ്റേഷൻ പോയെന്നുള്ളത് അല്ലല്ല, പ്രസൻറ്റേഷൻ പോയെന്നുള്ളത് ഇവിടെ നമ്മൾ അതെ ഇപ്പം ഒരു 2-3 മിനിറ്റ് കൂടെ പിടിക്കുമായിരിക്കും. അത് ഇപ്പം ഇല്ല, എനിക്കറിയാം. പ്രസൻറ്റ് നാവെന്നും പറഞ്ഞ് ഇവിടെ ഓപ്ഷൻ കാണിക്കാം, പക്ഷേ ഓപ്ഷൻ ഫെയ്ഡായിട്ട് കിടക്കാം. നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഒരു മിനിറ്റ് എന്തോ ഒരു ട്രബിൾ ഉണ്ട്, അതാണ്. നെറ്റിൻ്റെ കുഴപ്പമാണോ എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് നെറ്റൊക്കെ ഓക്കെയാണ്. നെറ്റ് അങ്ങനെ ഒരു ചില ദിവസങ്ങളിൽ ഒരു 2-3 മിനിറ്റത്തേക്ക് 5 മിനിറ്റ്, ചിലപ്പോൾ 1 മണിക്കൂർ കൂടുതൽ ഇവിടെ പോകാറില്ല. ഓക്കെ, സോ വി ആർ പ്രൊസീഡിങ്. നമ്മൾ 4th പോയിൻ്റാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ദി ബോർഡ് ഓഫ് PSUs വിൽ ബി ഗിവൺ മോർ ഓർ ദേ വിൽ ബി മെയ്ഡ് മോർ പ്രൊഫഷണൽ ആൻഡ് ഗിവൺ മോർ പവേഴ്സ്. അപ്പോൾ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ്, ഓരോ എൻ്റർപ്രൈസിനും ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ബോഡി. നമ്മൾ എന്താ പറയുക, ഗവൺമെൻറ്റൊക്കെ ഇല്ലേ, ക്യാബിനറ്റ് എന്താണോ ഗവൺമെൻറ്റിന് വേണ്ടി. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ശരിക്കും ക്യാബിനറ്റാണ്. അപ്പോൾ ക്യാബിനറ്റ് പോലെ ഒരു കമ്പനി മുമ്പോട്ട് പോകുന്നതാണ് ഏത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കൂടുതൽ ഫ്രീഡം കൊടുക്കും, അല്ല ഗവൺമെൻറ്റിനെ ഇപ്പോഴും ആശ്രയിക്കേണ്ടി വരില്ല. ഇനി 5th പോയിന്റ്, ദ PSU മാനേജ്മെൻറ്റ് വിൽ ബി ഗിവൺ ഓട്ടോണമി. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താ? സ്വയംഭരണം. അപ്പോൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാം. ഉദാഹരണം, എണ്ണ കമ്പനികൾക്കാണെങ്കിൽ എവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എണ്ണയൊക്കെ എപ്പോൾ മേടിക്കണം, ക്രൂഡ് ഓയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഫ്രീഡം ആർക്ക് കൊടുക്കും? ഈ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിലെ മാനേജ്മെൻറ്റിന് കൊടുക്കും. ആൻഡ് ഫോർ ദിസ് ദി ഗവൺമെൻറ് വിൽ സൈൻ എ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, MOU എന്ന് പറയും. വലിയ വലിയ ആൾക്കാർ തമ്മിൽ എഗ്രിമെൻ്റ് എത്തിച്ചേരുന്നതിന് പറയുന്ന പേരാണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഗവൺമെൻറ്റും പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിൻ്റെ മാനേജ്മെൻറ്റ് തമ്മിൽ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓരോ വർഷവും, ഈച്ച് ഇയർ അറ്റ് ദി ബിഗിനിങ് ഓഫ് എവറി ഇയർ, both parties will be signing a memorandum of understanding so that the management will get more freedom and autonomy regarding the running of the public sector enterprises. So there is no perpetual continuous dependence on government for taking each and every daily business. So that is the meaning of what we can say, autonomy. Now we are coming to the central part of our policy, rather the reforms related to public sector enterprise. That part is known as disinvestment policy. നമ്മൾ പല പ്രാവശ്യം പല രീതിയിൽ പറഞ്ഞതാണ് disinvestment എന്താണ്. So what is actually the meaning of disinvestment? You should take care of that. Disinvestment means just selling a part of our investment we already made. So we need money or some other reason we sell a part of our investment already made. So disinvestment is opposite of what we can say investment. Okay, so the main feature of privatization and the public sector policy was the disinvestment program. Of course, understandably, disinvestment is literally, it means selling of assets. Okay, selling of the assets you own, that means you are shedding away your ownership. And in the case of an entity or registered entity, its ownership is defined in terms of percentage of shares or number of shares. Some maybe 1 lakh or 2 lakh, maybe 10 crore, and whatever it may be, the number doesn't matter. We'll be expressing the shareholding in terms of percentages. 100% shareholding, like that, 51% shareholding. So this is the percentage will be the best indicator to express our amount of shareholding.
disinvestment here means literally selling of assets. Here in the case of public sector enterprises, sorry again I have written public sector enterprises or public sector both are the same. Public sector enterprise is equal to what we can say public sector. Again I am writing U instead of S. Public sector undertakings both are the same. So here in the case of public sector enterprise or undertakings, disinvestment means government selling or diluting its shareholding in public sector undertaking in which it has a majority shareholding. So we call an entity as a public sector enterprise because in it the government has 51% share at least. So that is why we can call it as a public sector enterprise. And when that entity will become or stop to become a public sector enterprise, when the government shareholding is what we can say less than 50%. Okay, so in that situation a public sector enterprise stops to exist as a public sector enterprise. Okay, so majority shareholding means 51% shareholding. Disinvestment is carried as a budgetary exercise because whenever the government would like to mobilize some funds or when this government is willing to sell a part of shares in so an enterprise, it has to take the permission of Parliament, because every public sector enterprise come into existing after an act. Act means a law created by the Parliament. So the banks are created out of the Bank Nationalization Act. RBI is created out of RBI Act. Several of the public sector enterprises, public sector financial institutions were created out of acts created by the Parliament. So when the government would like to sell the shares of such financial enterprise which is or public sector enterprise which it already owns, it should again take the permission of the Parliament. So that means an act should be implemented, or what we can say it should be made through a budget. Okay, budgetary exercise for selling the shares of a public sector enterprises. The government has to seek the permission of the Parliament and it will be usually made as part of the budget. Okay, now under which the government announces yearly targets for disinvestment. We discussed that during this year or for the current financial year the disinvestment target is how much? 2.1 lakh crores rupees. So that is a target for this year that has been announced in the budget. In the budget the government specified that it will be going to sell a part of its shareholding in the life insurance corporation, the monopoly in the insurance sector. Okay, now the government announces earlier targets for disinvestment for selected PSUs. Who will select? The Department of Investment and Public Asset Management, a particular department with the finance ministry. That along with the Niti Aayog. Okay, these two parties will what we can say select the public sector enterprise which are going to be disinvested or strategic disinvested. Then there are two type of disinvestment. We have already seen such differentiation. What is disinvestment? What is strategic disinvestment? The first type of disinvestment is called an ordinary disinvestment. Where the government is selling just a part of its shareholding, like between 5 to 10%, 15% or 20% or more at most. So the government will be disinvesting or selling a part of its shareholding, like especially we mean minority shareholding, to the general public or the financial institutions like mutual funds, insurance companies or commercial banks. So that is first type of disinvestment. We call it as an ordinary disinvestment, where the government will be selling a part of its shares or minority shares. Okay, and the second one is the most controversial, rarely used one. Okay, that is called strategic disinvestment. Here the government is selling majority shares of what it is called privatization, right? We call it as what? Privatization, because the government is not having or not keeping 50% share. Its shareholding will be less than 50%, or the entity cease to become a public sector entity. Okay, so that is equal to what we can say privatization, or we call that process of disinvestment or strategic disinvestment. Okay, in each year the government announces a plan to sell its stake in the listed enterprise. So what is listed enterprise? Listed means listed in the stock exchange. Okay, an entity that is listed in the stock exchange, one entity which is what we can say sold a part of share to the general public, so that is called a listed entity. Major strategy of the government is to carry out disinvestment by retaining at least 51% of the shares of PSUs. So this is the common strategy. All in case of most of the public sector enterprise, what the government would like to do, it would like to keep 51% share
okay, in every public sector enterprises, and it rarely go after what we can say the second one, or strategic disinvestment. Disinvestment, since the launch of reforms, involve only nominal selling of one second okay, now what we can say, so we found that what is the meaning between, what is the difference between strategic disinvestment and ordinary disinvestment. The general policy of the government is that it would like to keep 51%, at least, the remaining, sometimes it may be selling to the general public or the financial institution, so that it can mobilize funds. Okay, so that is the general policy. Coming back to what actually has done the government during the last 25-30 years. Disinvestment, since the launch of reforms in 1991, involves only nominal selling of around 8 to 15% shares in public sector enterprise units. There is no complete selling of PSCs after a prioritization of the public sector enterprise in the initial period of reforms. In the initial period, the government has sold several public sector enterprises to the private sector, or it has undertaken privatization of several public sector enterprises in the initial period between 1995 and 2003. Okay, but during the last 5 or 6 years, there has not been any complete privatization. BPCL is going to be the first major entity that is going to be privatized, if it happens. Okay, because strategic disinvestment, or what we can say privatization, need a lot of political energy and commitment. It becomes very controversial. The future generation may question you. So political parties, they are not courageous enough to take privatization in India, and that is a factor, or what we can say, is actually the factual thing that is when we can searching about the privatization history during the last 10 years. Strategic disinvestment is complete selling out of public sector entity from the disinvestment angle. The government is firm on strategic disinvestment, where the completed ownership of public PSC is sold to the new owner, but so far under strategic disinvestment since 2013-14. That is very important. Whenever you are reading about a controversial selling of public sector enterprise to private sector, or what we can call the privatization, you have to understand that since the since the coming of the NDA, it has not taken any privatization. It has completely sold some public sector undertakings to other public sector undertakings. Okay, so transferring the ownership of a small public sector entity to another public sector entity, we cannot call it as what we can say privatization. It is strategic decision, but the sold form as well as the bought form, both are what we can say the acquired form, both are what we can say public sector entities. But during the last 10 years, we can say that complete selling out of a public sector entity has not taken place. No PSCs were sold to existing public sector. Okay, no PSCs were sold to existing private sector entities. Private sector, let me connect it. Strategic disinvestment to private sector was almost nil in recent years. Okay, in October 2009, the government has come out with a new policy guidelines for strategic disinvestment. DBM, under Department of Ministry of Finance, will be the nodal agency for strategic stake. One second, I would admit that. Okay, say that includes privatization PSCs. DBM and NITI Aayog will now jointly identify PSUs for strategic disinvestment. Bharat Petroleum Corporation Limited is a major candidate for strategic disinvestment. ഇപ്പോൾ നിങ്ങൾ പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചിട്ട് കാണും, അവിടെ ഭയങ്കര സമരമൊക്കെ ആണല്ലോ. അപ്പോൾ അതായിരിക്കാനാണ് ഏറ്റവും സാധ്യത. ഈ BPSL ആയിരിക്കും പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലങ്ങളിൽ 2013-14 തൊട്ട് ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്വകാര്യ മേഖല വിൽക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഈ BPSL ആയിരിക്കും. ഫോർ 2020-21 ദി ടാർഗറ്റ് disinvestment for disinvestment is 2,10,000 crores rupees. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട എക്സാമിനെ സംബന്ധിച്ചാലും നമ്മൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആ ഫാക്ച്വൽ ഇൻഫർമേഷൻ എഴുതിയിട്ട് അടി വരയ്ക്കണം. Okay, minority shares of LSE is also going to be disinvested. Similarly, the government is aiming to make strategic disinvestment including BPCL. അപ്പോൾ സ്ട്രാറ്റജിക് ഡിസിൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു വരും, സ്വകാര്യ മേഖലയിൽ വിൽക്കുമെന്ന് ഗവൺമെൻറ് കട്ടായം പറയുന്നത്. കാരണം ഗവൺമെൻറ്റിന് പൊളിറ്റിക്കലി 2 ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷമുണ്ട്, ഗവൺമെൻറ് നടപ്പിലാക്കാൻ പറ്റും. അങ്ങനെ ഭൂരിപക്ഷം ഇതിനുള്ള ഗവൺമെൻറ്റുകൾക്കില്ലായിരുന്നു. അതുകൊണ്ട് അവരാരും സ്ട്രാറ്റജിക് ഡിസിൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല, ഇവിടെ നടത്താൻ പോവുക. ഓക്കെ, സ്ട്രാറ്റജിക് ഡിസിൻവെസ്റ്റ്മെൻറ്റ് മീൻസ് ദ ഗവൺമെൻറ് വിൽ ബി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫറിങ്. ഓക്കെ, ദാറ്റ് വി സോ. ഇനി ഗവൺമെൻറ് ഹാസ് ക്രിയേറ്റഡ് an institution called a National Investment Fund to keep the proceeds from disinvestment. ഡിസിൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഓരോ കൊല്ലം പൈസ കിട്ടില്ല, ആ പൈസയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഫണ്ട് ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. അല്ലാതെ സാധാരണ ടാക്സ് റവന്യൂ ഒക്കെ പോകുന്ന പൊതുവായിട്ടുള്ള ഫണ്ടിലേക്ക് നമ്മൾ കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യ,
കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ അതിലേക്കൊന്നും അല്ല വിടുന്നത്, പബ്ലിക് അക്കൗണ്ടിലേക്കും അല്ല വിടുന്നത്. നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടിലേക്കാണ് ഗവൺമെൻറ് പൈസ സൂക്ഷിച്ചു, എന്നിട്ട് അതെടുത്തിട്ട് പൊതുമേഖല കമ്പനി തന്നെ ഷെയർ മേടിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് പ്രൈവറ്റൈസേഷൻ. നമ്മളിപ്പം കംപ്ലീറ്റ് ആയിട്ട് കണ്ടു. ഒരു കുഞ്ഞു ടോപ്പിക്കും കൂടെ ഉണ്ട്, ഇത് നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു തീം മാത്രം നമുക്ക് പറഞ്ഞിട്ട് ഈ ക്ലാസ് നിർത്താം. വാട്ട് ഈസ് ദാറ്റ്? ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബൗണ്ടറികളില്ലാതെ ബോർഡർലെസ് ഇക്കോണമിയാണ്. നമ്മൾ ഇക്കോണമിയുടെ ആംഗിൾ പറയുമ്പം മൊത്തം ഗ്ലോബലൈസേഷനിൽ ഒരു 30% or 40% ഈസ് ജസ്റ്റ് ഇക്കോണമി റിലേറ്റഡ് എലമെൻറ്റ്സ്. ദ റിമൈനിങ് കൾച്ചറൽ globalization, you know about that. Okay, the term globalization has been increasing in use since the mid-1980s and especially since the mid-1990s. The national, regional and local boundaries are losing their relevance due to the emergence of universal identity. Globalization can be defined as the process of international integration arising from the international transmission of products, ideas and other aspects of culture. Okay, globalization has economic, cultural and social dimension. ഒത്തിരി ഡയമെൻഷൻ ഉണ്ട്. നമ്മൾ ഇക്കണോമിക് ഡയമെൻഷനാണ് അവിടെ പരിഗണിക്കുന്നത്. പക്ഷേ നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചേ അതിന് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. In 2000 the IMF identified 4 basic aspects of globalization. IMF ആണല്ലോ ഒരു ലോക ഇക്കോണമിയുടെ ഗവർണർ എന്ന് നമുക്ക് പറയുന്നത്. അങ്ങനെ IMF ഗ്ലോബലൈസേഷന് 4 basic aspects കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഈസ് ട്രേഡ് and transactions, second is capital investment movements, third is migration and movement of people, and the last one is dissemination of knowledge. So these are the 4 elements or basic aspects of globalization according to IMF. അപ്പോൾ നമുക്കിങ്ങനെ ഈ 4 എലമെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആൻസർ അത്യാവശ്യം നല്ല സൗണ്ടായി തീരും. ഇൻ ഇന്ത്യ ഗ്ലോബലൈസേഷൻ പ്രോസസ് ഹാസ് ആക്സിലറേറ്റഡ് ഡ്യൂ ടു ഡൊമസ്റ്റിക് പോളിസി ചേഞ്ചസ് ആൻഡ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ്സ്. ഒത്തിരി പോളിസി ചേഞ്ചസ് 1991 ഇക്കണോമിക് റിഫോംസ്, അതിനുശേഷമുള്ള WTO നമ്മൾ ഒപ്പുവെച്ച് 1995 പിന്നെ അത് കഴിഞ്ഞ് ഒത്തിരി ലിബറലൈസേഷൻ മെഷേഴ്സ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ട്രേഡിൻ്റെ കേസിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് കേസിൽ. അങ്ങനെ ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ മുമ്പോട്ട് പോയി. ഓക്കെ, ദെൻ നമ്മൾ കാണുക എന്തൊക്കെ കാര്യങ്ങൾ കാരണമാണ് ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ നടന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തലത്തിൽ കൂടെ ഈ ഫൈനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്ലോബലൈസേഷൻ എങ്ങനെയൊക്കെ ഇന്ത്യ വന്നു. ഫസ്റ്റ് ഈസ് ട്രേഡ് ലിബറലൈസേഷൻ. നമ്മൾ കണ്ട ഇൻക്രീസിങ് ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് വിത്ത് ട്രേഡ് GDP റേഷ്യോ reaching nearly 40% compared to just 70% nearly 1990s. അപ്പം നമ്മുടെ GDPയുടെ എത്ര ശതമാനം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ കൂടിയ നേരത്തെ 17%. ഇപ്പം നമ്മൾ GDPയുടെ 40% എക്സ്പോർട്ടും ഇമ്പോർട്ടും കൂടെ കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ട്രേഡ് നടത്തുക, നമ്മുടെ ഇക്കോണമി ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുത്തു. അതാണ് ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുത്തുന്ന വാക്കിനർത്ഥം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ട്രേഡ്. ദെൻ വി ആർ കമ്മിങ് ഇൻ അബൌട്ട് ഹൗ ഫാർ വി ആർ കമ്മിറ്റഡ് ടു international institutions when we are undertaking globalization, and the institution here is the WTO, World Trade Organization, which came into existence in 1995, completed around 25 years. The WTO and the increasing free trade agreements with what we can say South Korea, free trade agreement with what we can say ASEAN, so free trade agreement with Singapore, Thailand, Sri Lanka. So India signed several free trade agreements, and all those agreements were aimed to increase trade, both exports and imports. Okay, so these trade agreements plus WTO, these are the 2 instruments through which India has engaged in a high voltage trade with other countries. Okay, then third, India is having large number of expatriates. Okay, so India is having large number of expatriates. That means what we can say diaspora, the people from India who is going to other countries for working as well as other purposes. Indians working in foreign countries are now transmitting signals of globalization. Okay, then capital inflows, huge volume of capital inflows coming to India. നമ്മൾ പറയാലോ ഇന്ത്യയിലേക്ക് ഇഷ്ടംപോലെ FD വരുന്നുണ്ട്, അതുപോലെ നമുക്ക് എന്ത് പറയുന്നുണ്ട് FP വരുന്നുണ്ട്. FDയും FP ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഒരു സെക്കൻഡേ. ഓക്കെ, so huge volume of capital is coming in India. This has increased the interdependence of India with the rest of the world. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് FD വരണം, FP വരണം, പിന്നെ വിദേശത്ത് നമ്മൾ എടുത്തുന്ന ലോണിനെ കുറിച്ച് നമ്മൾ പറയണം, എക്സ്റ്റേണൽ കൊമേഴ്സിൽ പറയും. സോ ഗ്ലോബലൈസേഷൻ ഹാസ് കൺസിഡറബിളി ഇൻഫ്ലുവൻസ് India's economic progress over the last 20 years. Okay, the increasing GDP ratio, capital inflows, transmission of global crisis in India. നമ്മൾ ഇക്കോണമി തുറന്നെടുക്കുമ്പോൾ മറ്റു രാജ്യത്തെ പ്രശ്നങ്ങൾ ഇന്ത്യയിലേക്കും വരും. മൈഗ്രേഷൻ ഓഫ് ഇന്ത്യൻ ലേബർ ഫോഴ്സ് ടു അതർ കൺട്രീസ്, ഇൻക്രീസിംഗ് ട്രേഡ് എൻഗേജ് വിത്ത് അതർ കൺട്രീസ്, ഹൗ മേഡ് ഗ്ലോബലൈസേഷൻ പവർഫുൾ പ്രോസസ് ഇൻഫ്ലുവൻസിംഗ് ദി കൺട്രീസ് progress. Okay, so all those things are very simple from your understanding perspective. Now we are adding one more dimension to globalization, which is called financial globalization, or capital is coming to India.
FDE, FPI, etc. Foreign capital is coming to India. Financial globalization means quick inflow and outflow of capital across borders, or what we can say capital mobility. നമുക്ക് അങ്ങനെ ഒരു വാക്കൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങളത് ഓർത്തേക്കണം. അപ്പോൾ വിദേശത്ത് മൂലം ഇങ്ങോട്ട് വരും, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പോകുന്നു, നമ്മുടെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഗവൺമെൻറ് ബോണ്ട് മേടിക്കുന്നു, കമ്പനികളുടെ ബോണ്ട് മേടിക്കുന്നു, നമ്മുടെ സർക്കാർ പോയി ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി നമ്മൾ കിഫ്ബിക്ക് വേണ്ടിയിട്ട് മസാല ബോണ്ട് വിൽക്കുന്നു. അതൊക്കെ നിങ്ങൾ കേട്ടാണ്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായത് ഫൈനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ്റെ. Then we are coming to the positive and negative aspects of globalization. Positive aspects എന്തൊക്കെയാണ്? എക്സ്പാൻഷൻ ഓഫ് ട്രേഡിൻ്റെ വോളിയം കൂടി 316 ബില്യൺ 2014, കുറഞ്ഞോട്ടോ 2018-19, 2020 306 ബില്യനാണ് 2019-20. ഇവിടെ എഴുതിയിട്ടില്ലെന്നുള്ളൂ, കുറഞ്ഞു പോകുന്നതുകൊണ്ട് എഴുതായിരുന്നു കേട്ടോ 350. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ട്രേഡ് ഷെയർ ലോകത്തിൻ്റെ മൊത്തം ട്രേഡിൻ്റെ 0.5% മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പോൾ അത് 1.7 കൂടി. ദെൻ ഇന്ത്യയിലേക്ക് ഇഷ്ടംപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. നമ്മൾ കണ്ടാണ് ഈ റെമിറ്റൻസ് കൂടുതലായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു. റെമിറ്റൻസ് എന്ന് നമ്മുടെ ആൾക്കാർ വിദേശത്ത് വർക്ക് ചെയ്തിട്ട് പൈസ തിരിച്ചയക്കുന്നതിന് പറയുന്ന വേറെ റെമിറ്റൻസ് കേട്ടോ. ദെൻ ഇന്ത്യയുടെ കോമ്പറ്റീറ്റീവ്നെസ് കൂടുന്നു. നമ്മൾ വിദേശത്ത് ടെക്നോളജി സ്വീകരിക്കുന്നു. ഇന്ത്യ ഇസ് നൗ ദ 4th ലാർജസ്റ്റ് ഇക്കോണമി ഇൻ ദ വേൾഡ്, ഗോയിങ് ടു ബി 3rd ലാർജസ്റ്റ് സൂൺ. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കോണമികളൊന്നാണ്. ഇനി നെഗറ്റീവ് ആസ്പെക്ട്സ്, അഗ്രികൾച്ചറിൻ്റെ റോള് പറഞ്ഞു. അഗ്രികൾച്ചറിലെന്നും കഷ്ടപ്പാട് തന്നെ. ദെൻ റൈസിങ് ഇനീക്വാളിറ്റി കൂടുന്നു. ദെൻ വിദേശത്ത് ഉണ്ടാകുന്ന ഒരു ക്രൈസിസ് ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, നമ്മളത് നേരത്തെ കണ്ടിട്ടുള്ള. ഓക്കെ, ഇൻ എ സെൻസ് ഗ്ലോബലൈസേഷൻ ഹാസ് പ്രൊഡ്യൂസ് ടെല്ലിംഗ് എഫക്ട്സ് ഇൻ യുവർ ഇക്കോണമി, പോസിറ്റീവ് എഫക്ട്സ് as well as negative effects. Globalization is both an opportunity as well as challenge. ഇനി ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യണേ, ജസ്റ്റ് ടൈമായെന്ന് എനിക്കറിയാം, അപ്പോൾ നമുക്ക് ഇതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് തീരും. എന്താണ് ഒരു റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഗ്ലോബലൈസേഷൻ ഓർ വാട്ട് വി ക്യാൻ സേ ഡീ ഗ്ലോബലൈസേഷൻ. ഇപ്പോൾ ട്രംപിൻ്റെ കാലഘട്ടമാണ്. ട്രംപ് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് ആ ചൈന വളർന്നത്. അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്ക് ഒരു ട്രേഡ് സാങ്ഷൻ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു ട്രേഡ് സാങ്ഷൻ. ആർക്കൊക്കെ ചൈനയിൽ അമേരിക്കയിൽ കൂടുതൽ എക്സ്പോർട്ട് ഉണ്ടെന്നോ അവർക്കെതിരെ, ഇന്ത്യക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ സാങ്ഷൻസ് ട്രംപ് ഏർപ്പെടുത്തുക. അപ്പോൾ ട്രംപ് വന്നു, ഇവിടെ പ്രൊട്ടക്ഷനിസം വന്നു, ഓർ ഗ്ലോബലൈസേഷൻ വന്നു. നമ്മുടെ ഇക്കോണമി മറ്റ് ഇക്കോണമികളുടെ നിന്ന് നമ്മൾ വാതിലടച്ച് മാറ്റി നിർത്തുക. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് കൂട്ടും, ഇമ്പോർട്ട് കുറയ്ക്കും, ആ രീതിയിലാണ്. അപ്പോൾ ട്രംപിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. ട്രംപിൻ്റെ ഇമ്പാക്റ്റ് ലോകത്തിന് ട്രംപ് WTO അനുസരിക്കുന്നില്ല. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യുക, നമ്മളും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ WTOയും ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും എല്ലാം ഈ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് തകർന്നടിഞ്ഞതാണ് നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട്. Okay, in recent years there is increasing trend towards anti-globalization. With the Donald Trump's rule in the US, Trump has launched several tariff measures on the rest of the world and is destroying the WTO. Countries like India and China, most of the developing countries, are demanding reversal of protectionist measures adopted by Trump. Okay, പിന്നെ WTO കുറിച്ച് നമ്മൾ പറയേണ്ടത് WTO മൾട്ടിലാറ്ററൽസ് ആണ് നല്ലത്, അതുകൊണ്ട് ട്രേഡിനെ ലിബറലൈസ് ചെയ്യണം. ട്രംപിൻ്റെ പോളിസിയൊക്കെ അതുകൊണ്ട് ഇതിനെതിരെയുള്ള ചലഞ്ചാണ്, രാജ്യങ്ങളെല്ലാം അതിനെതിരെ ഒരുമിച്ച് നിൽക്കണം. സോ ദാറ്റ് ഈസ് അബൌട്ട് വാട്ട് വി ക്യാൻ സേ ദി പ്രസൻറ്റ് ട്രെൻഡ് ഓഫ് ഡീഗ്ലോബലൈസേഷൻ. ഇപ്പോൾ ഗ്ലോബലൈസേഷനാക്കി ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ട്രെൻഡും കൂടെ ആഡ് ചെയ്യണം, എന്നാലും നമ്മുടെ ആൻസർ ഭയങ്കര സൗണ്ട് ആവുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ക്ലാസ്. ഞാനതൊന്ന് ക്ലോസ് ചെയ്തോട്ടെ.